ഒരു MP ആവാൻ ഒരു അവസരം കിട്ടുക എന്ന് പറയുമ്പം ഞാനിപ്പം MP ആവാൻ വേണ്ടി എന്തെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഇവിടുന്ന് വോട്ട് വാങ്ങി പോവാന്ന് പറഞ്ഞതിൽ അർത്ഥമില്ലല്ലോ. അതിപ്പം ഇത്തരം കാര്യങ്ങൾ ഒരു ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ആയിട്ട് ഒരു പക്ഷെ ഡയറക്ട്ലി MP മാറിക്കൊള്ളുന്നില്ല. ഇപ്പം കോളേജിലെ കൂടുതൽ കാര്യങ്ങൾ, ഫെസിലിറ്റീസ് അല്ലെങ്കിൽ കൂടുതൽ കോഴ്സുകൾ, കൂടുതൽ പുതിയ ഡിസൈൻഡ് കോഴ്സുകൾ, ഇപ്പോഴത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ കോഴ്സുകൾ ഒക്കെ ഇത് അവിടെ കൊണ്ടുവരിക എന്നുള്ളത് ഒറ്റയടിക്ക് ഇപ്പം പിന്നെ ഞാൻ നാളെ MP ആയി മറ്റന്നാൾ മുതൽ എനിക്ക് അഷ്വർ ചെയ്യാൻ പറ്റിയ ഒരു പോയിന്റ് അല്ല. ബട്ട് ഡെഫിനറ്റ്ലി ഐ വോയിസ് ഇറ്റ്. എനിക്ക് കിട്ടുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഇവിടുത്തെ ഫ്യൂച്ചർ ജനറേഷന്റെ കാര്യങ്ങൾ നിർബന്ധമായിട്ടും പറഞ്ഞിരിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുക. അതിൽ മാഡം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം നമ്മൾ നേരത്തെ അൺഎംപ്ലോയ്മെന്റിനെ പറ്റി പറഞ്ഞു. എംപ്ലോയബിലിറ്റി ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ തന്നെ ഒന്ന് റീഡിസൈൻ ചെയ്യേണ്ട സമയമായി എന്നുള്ളത് എല്ലാവരും പരക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്.